യഥാർത്ഥത്തിൽ ഭാരതശില്പി എന്ന് സമൂഹം വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും കേന്ദ്ര ബിന്ദുവായി നിന്നിട്ടുള്ള ലോക ജനാധിപത്യ രാഷ്ട്രങ്ങൾക്കെന്നും മാതൃകയായി നിന്നിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. നമ്മളുടെ ഭരണഘടനയ്ക്ക് അന്നത്തെ സാഹചര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. അംബേദ്കറിനടക്കമുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, അവരോടൊപ്പം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊടുത്ത നേതൃത്വം ആർക്കും മറക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഡോക്ടർ അംബേദ്കർ നമ്മളുടെ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാകുന്നതിനെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ വൈ നോട്ട് ആൻ ഇന്ത്യൻ എന്ന് മഹാത്മാഗാന്ധി ചോദിച്ചത് ഞാൻ അനുസ്മരിക്കുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ നേതൃത്വമുണ്ട്. ആ നേതൃത്വം ഇന്ത്യയിൽ ഒരിക്കലും ജനങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതാണ്. ലോക ജനതയ്ക്ക് ആരാധ്യമാണ്. ജവഹർലാൽ നെഹ്റു അതിൻ്റെ മുൻപന്തിയിലായി. ജവഹർലാൽജിയെക്കുറിച്ചുള്ള ഒരു ചിന്ത, അദ്ദേഹം എന്നും യുവത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ചാച്ചാ നെഹ്റു എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് വന്നത്. ജവഹർലാൽ നെഹ്റുവിന് പകരം നെഹ്റുജി അല്ലാതെ മറ്റൊരാളില്ലാത്ത രൂപത്തിൽ ഇന്ത്യയുടെ ഭരണ സംവിധാനം നമ്മൾ കാണുകയാണ്. പാർലമെൻറ്റിൽ ഇന്ന് ഒട്ടനവധി കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങളെല്ലാം പാർലമെൻറ്റ് അംഗങ്ങളെയും ജനങ്ങളെയും ആദരിക്കുന്ന രൂപത്തിലുള്ളതാണ്. അതിൻ്റെ തുടക്കക്കാരൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നെഹ്റുവിനെ നമുക്കൊരിക്കലും, ജവഹർലാൽജിയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ശക്തമായ കേന്ദ്രമായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ കേരള നിയമസഭയ്ക്ക് വേണ്ടി ആദരിക്കുകയാണ്.